സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ 3000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. നാളെയാണ് കലോത്സവം സമാപിക്കുക. പരിമിതികളെ കഴിവുകൊണ്ടും മനക്കരുത്തുകൊണ്ടും മറികടക്കുകയാണ് മലപ്പുറം തിരൂർ ബോയ്സ് സ്കൂളിലെത്തിയ ഭിന്നശേഷിക്കാരായ കലാപ്രതിഭകൾ. പാട്ടിനൊത്ത് ചുവടുവെച്ചും കഥ പറഞ്ഞും ചിത്രങ്ങൾ വരച്ചും ഹൃദയം കീഴടക്കുകയാണ് ഈ വിദ്യാർത്ഥി കലാകാരന്മാർ. കേരളത്തിലെ വിവിധ ജില്ലകളിലെ 3000-ലധികം ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് ഈ 3 ദിവസങ്ങളിലായി മലയാള ഭാഷാ പിതാവിന്റെ മണ്ണിലേക്ക് എത്തുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരാളുണ്ടായിരുന്നു സ്കൂളിൽ. ഇഷ്ടായോ? ഇവിടെ സ്ഥലമൊക്കെ ഇഷ്ടായോ? നന്നായി കളിച്ചോ? മത്സരം എങ്ങനെ? പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? ഞാനാണ് പഠിച്ചത്, എടുത്തത്. പിന്നെ അത് പഠിച്ചെടുത്ത് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചെടുത്തത്. കാഴ്ച കേൾവി പരിമിതികളുള്ള വിദ്യാർത്ഥികളുടെ മത്സരമാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കുക. കലോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു പങ്കാളിത്തം തന്നെയാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കുട്ടികളുടെ താമസം, അതുപോലെ അവരുടെ യാത്ര, അതുപോലെ അവരിവിടെ സ്വീകരിക്കൽ, അവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ വേദികളെല്ലാം ഭിന്നശേഷി സൗഹൃദമായിട്ട് റാമ്പ് റെയിൽ ഒക്കെ കണക്റ്റഡ്, അതുപോലെ തന്നെ അഡാപ്റ്റഡ് ടോയ്ലറ്റ്സ് അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. രാവും പകലും പ്രവർത്തിക്കുന്ന ഊട്ടുപുരയാണ് കലോത്സവത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത. 5 നേരങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കുന്നത്. ഭക്ഷണ ഹാളിലെ ഉച്ച സമയത്ത് 2200-ൽ പരം പേര് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട്. ഈ മേളയ്ക്ക് വേണ്ടി വന്ന എല്ലാവർക്കും, പാർട്ടിസിപ്പൻസ് ഉൾപ്പെടെ എല്ലാവർക്കും കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പരിമിതികളെ തോൽപ്പിച്ച് കലയെ ചേർത്ത് പിടിച്ച് ഈ വിദ്യാർത്ഥികൾ വേദിയിൽ നിറഞ്ഞാടുമ്പോൾ സദസ്സും നിറഞ്ഞു കവിയുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കലോത്സവം കാണാൻ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. മീഡിയ 1 തിരൂർ.